ഹലോ ഗൈസ്, അപ്പോൾ രാത്രി നട്ടപ്പാതിരയ്ക്ക് ഞങ്ങൾ എവിടെ പോകണമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട്, അച്ഛനില്ല കേട്ടോ, കാരണം അച്ഛന് വെളുപ്പിനെ എന്താ പറയുക അമ്പലത്തിലല്ല പത്രം ഇടാൻ പോകേണ്ടതുകൊണ്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് വെളുപ്പിനെ 3-3:30 ആകുമ്പോൾ പോകണം. അപ്പോൾ ഞങ്ങളിതേ നമ്മുടെ മണികണ്ഠപുരം അമ്പലത്തിലേക്ക് എല്ലാ വർഷവും പോകണമെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ വർഷവും പള്ളിവേട്ടയ്ക്കാണ് അവിടെ പോവുക. എനിക്ക് തോന്നുന്നു മേടമാസം ലാസ്റ്റ് ഏതാണ്ട് ഉത്സവങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മണികണ്ഠപുരത്തെ അമ്പലത്തിൽ ഏറ്റവും ലാസ്റ്റാണ് ഉത്സവം വരിക. ദേവസ്വം ബോർഡ് അമ്പലമാണ്, ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്, വാകത്താനത്താണുള്ളത്. അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രം കൂടിയാണ്. അവിടേക്ക് നമ്മൾ എല്ലാ വർഷവും പോകാറുണ്ട്. 3-4 വർഷമായിട്ടാണ് നമ്മൾ റെഗുലറായിട്ട് പോകാൻ തുടങ്ങിയത്. കാരണം അവിടുത്തെ പള്ളിവേട്ടക്കുറുപ്പിൻ്റെ സ്ഥാനം എന്താ പറയുക, അമ്മാവന് വയ്യാണ്ടിരുന്നപ്പോൾ അനുവേട്ടനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്തായാലും 2 വർഷമായിട്ട് അമ്മാവന് കുഴപ്പമൊന്നുമില്ല. അമ്മാവൻ നല്ല എന്താ പറയുക മിടുക്കനായിട്ട് വന്ന് പള്ളിവേട്ടക്കുറുപ്പായിട്ടൊക്കെ ഒരുങ്ങി അമ്മാവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മാവനെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ പള്ളിവേട്ട നടക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു, ഓരോന്നൊക്കെ വാങ്ങിക്കഴിക്കുന്നു. ഞങ്ങളും കണ്ടതൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളിഫ്ലവർ, പിന്നെന്താ ബജ്ജി, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മാവനാണ് കേട്ടോ പോകുന്നത്, അതാണ് നമ്മുടെ അമ്മാവൻ. അപ്പോൾ ഇതേ 3 ആന പിന്നാലെ ഉണ്ട്. ഇവരുടെയൊക്കെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അനുവേട്ടൻ്റെ അടുത്തുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞാൽ. പിന്നെ തൃക്കടവൂർ ശിവരാജനെ ആയിരുന്നു തിടമ്പെടുക്കാനായിട്ട് എന്താ പറയുക സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ എന്തോ കുഴപ്പം കൊണ്ട് അവനെ മാറ്റി എന്നും പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അവനല്ല തിടമ്പെടുത്തിരിക്കുന്നതെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ബജ്ജി, മുളക് ബജ്ജി ഉണ്ട്, വാഴയ്ക്ക ബജ്ജി ഉണ്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ബജ്ജി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് പള്ളിവേട്ടയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്കെല്ലാം ജോലിക്ക് പോകണം. പിള്ളേർക്ക് കുഴപ്പമില്ല, അവർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളൊരു 12:56 1 മണിയൊക്കെ ആവാറായപ്പോൾ വന്നു. അനുവേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ അനുവേട്ടന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് എന്താ പറയുക ഞങ്ങൾ ഹാപ്പിയാക്കി. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് കിടന്നുറങ്ങുകയും വേണം. എന്താ പറയുക ഇപ്പം തന്നെ സംഭവം 1 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ മറ്റേ ഒരു ചെറിയ എന്താ പറയുക വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഞാൻ കാണിക്കുന്നതെന്നുള്ളൂ. അന്ന് രാത്രി തന്നെയാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത്. 2 വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ കുഞ്ഞിയുടെ ഗിഫ്റ്റും എൻ്റെ ഗിഫ്റ്റും ഒക്കെ അനുവേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞു സന്തോഷവും വലിയ സമ്മാനവും ഒക്കെ കുഞ്ഞു സമ്മാനവും വലിയ സന്തോഷമൊക്കെ നമുക്ക് എന്നും ജീവിതത്തിലുടനീളം ഈശ്വരൻ തരട്ടെ. എല്ലാവരുടെയും ജീവിതം അടിപൊളി കളർഫുള്ളാവട്ടെ. ഈശ്വരാനുഗ്രഹത്തോടു കൂടി സന്തോഷമായിട്ട് സമാധാനമായിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാനും ഇങ്ങനെയുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാവരുടെയും ലൈഫിൽ വരാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, താങ്ക്